നമസ്തേ. ഇന്ന് ഞാൻ ആരോഗ്യസംബന്ധമായ ഔഷധക്കൂട്ടുകളുള്ള സസ്യങ്ങളെ പറ്റിയാണ് പരിചയപ്പെടുത്തി തരുന്നത്. പ്രകൃതിയുടെ ടോണിക്ക് പ്രകൃതിയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും നല്ല ഒന്നാന്തരം ഔഷധ സസ്യങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിരവധി ഔഷധ സസ്യങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഔഷധ സസ്യങ്ങളിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൂവാങ്കുറുന്തൽ, മുയൽച്ചെവ്യൻ, കറുക, കയൂനി, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി ഇത്തരത്തിലുള്ള ദശപുഷ്പങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കിത് മഴക്കാലത്താണ് കൂടുതലായിട്ട് ഭൂമിയിൽ പല ഭാഗത്തും കാണപ്പെടുന്നത്. ഈ പ്രകൃതി ടോണിക്കായ ഈ സസ്യം മനുഷ്യന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും മറ്റ് മാറാരോഗങ്ങളെ ഒഴിവാക്കാനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാന്തരം ഔഷധമാണ്. ഈ സസ്യങ്ങളെ നമ്മൾ ശേഖരിച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ദശപുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ ദശപുഷ്പങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ പേരുകളുള്ള ഈ സസ്യങ്ങളുടെ വേരുകൾ അടക്കം സമൂലം പൊരിച്ചെടുക്കണം. ഈ വേരുകളടക്കം സമൂലം പൊരിച്ചെടുത്ത ഔഷധ സസ്യക്കൂട്ടുകളായി ഈ സസ്യങ്ങളെ നമ്മൾ വൃത്തിയായിട്ട് ഒരു വെള്ളത്തിൽ കഴുകിയെടുത്ത് ശുദ്ധമായ ഒരു മൺപാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഈ ഔഷധ സസ്യങ്ങള് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു നവരി അരിയുടെ കഞ്ഞി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ എങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ ടിപ്സ്. ഒരു പിടി, 2 പിടിയോ 3 പിടിയോ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നവരരി ഉപയോഗിക്കാം. ഈ നവരരി തലേ ദിവസം നല്ല വൃത്തിക്ക് കഴുകി മറ്റൊരു മൺപാത്രത്തിലാക്കി വെക്കുക. അതിനോടൊപ്പം 1 പിടിയോ 2 പിടിയോ 3 പിടിയോ ചെറുപയർ എടുത്ത് അതും നല്ല വൃത്തിക്ക് കഴുകി മൺപാത്രത്തിലാക്കി വെക്കുക. അതിന്റെ കൂടെ 1 പിടിയോ 2 പിടിയോ ഉലുവ എടുത്ത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തതിന് ശേഷം അതും നമ്മൾ ഒരു മൺപാത്രത്തിലാക്കി വെക്കുക. ഈ 3 ധാന്യങ്ങളും പിറ്റേ ദിവസം പ്രഭാതത്തിന് അടുപ്പത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, അതുപോലുള്ള ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഭക്ഷണം എങ്ങനെയാണോ തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം അതിനനുസരിച്ചിട്ട് അടുപ്പ് ഉപയോഗിക്കാം. അത് നമ്മുടെ അടുപ്പത്ത് വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദശപുഷ്പങ്ങളുടെ ഔഷധക്കൂട്ടുകൾ എടുത്ത് ഒരു മിക്സിയിലോ അതല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അരക്കല്ലി എന്ന് പറയുന്ന അമ്മിക്കല്ലിലോ ഉപയോഗിച്ച് അരച്ചെടുക്കുക. അത് അരക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഔഷധത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അനുയോജ്യമായത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. അത് മിക്സിയിലിട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മിക്കല്ലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് മിക്സിയിലിട്ട് ഉപയോഗിച്ചാലും മതി. അപ്പൊ ഇത് നല്ല രീതിയിൽ ക്ലിയറായി അരച്ചെടുത്തതിന് ശേഷം നല്ല പുതിയ വെള്ളത്തോട്ട് കഴുകിയെടുത്തത് ഒരു പാത്രത്തിന്റെ മേലെ വെച്ച് അതിനകത്തേക്ക് ഈ അരച്ചെടുത്ത ഔഷധക്കൂട്ടുകൾ ഒരു അര ലിറ്റർ വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ അകത്ത് നല്ല നീര് മാത്രം കിട്ടും. ഈ നീര് വീണ്ടും നമ്മൾ അടുപ്പത്തേക്ക് വെച്ച ധാന്യക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ധാന്യക്കൂട്ട് നല്ല രീതിയിൽ വെന്ത് ഭക്ഷണത്തിന് കഴിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് വരുന്ന രീതിയിലാകുമ്പോഴേക്കും നമ്മൾ ഒരു തേങ്ങ ചിരവിയെടുത്ത് അതിനെ നല്ലോണം നല്ല വൃത്തിയുള്ള തോർത്തിൽ ഈ തേങ്ങ എടുത്ത് നല്ല രീതിയിൽ അതിന്റെ പാല് പിഴിഞ്ഞെടുക്കുക. അത് പാല് വേറെ വെച്ച് മറ്റേ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പാല് വേറെ വെച്ച് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചുള്ള പാല് ഈ ഭക്ഷണത്തിന്റെ ധാന്യക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇത് വെന്ത് നല്ല നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാകമാകുമ്പോഴേക്കും ഈ തമ്പാലും അതിലേക്ക് ഉപയോഗിച്ചു കൊടുക്കാം. പിന്നീട് ഇത് കുറുകി നല്ലൊരു മരുന്ന് കഞ്ഞി ആവുന്ന രൂപത്തിലേക്ക് മാറിയെടുക്കുമ്പോഴേക്കും ഇതിനകത്ത് നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടതെങ്കിൽ ഉപ്പ് ഉപയോഗിച്ചിട്ട് ഭക്ഷണയോഗ്യമാക്കുന്ന രീതിയിൽ കഞ്ഞി ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ശർക്കര ഉപയോഗിച്ചിട്ടും ഇത് ഭക്ഷണയോഗ്യമാക്കാം. അതിനുശേഷം നല്ല കുറുകിയ ഈ കഞ്ഞി വാങ്ങി വെച്ച് അതൊരു നല്ല മൺപാത്രത്തിലാക്കിയിട്ട് ഔഷധക്കൂട്ടായിട്ട് നമുക്ക് ആഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാല് മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് മാറാരോഗങ്ങളായ ക്യാൻസർ പോലുള്ളത് പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഈ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ കഞ്ഞിക്ക് പൂർണ്ണമായിട്ടും കഴിയും. മറ്റൊന്ന് പ്രഷറിനെയും ഷുഗറിനെയും അകറ്റാൻ പറ്റും. മറ്റൊന്ന് അകാലനര വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ അകറ്റാൻ പറ്റും.
മറ്റൊന്ന് ഓർമ്മശക്തി, പ്രായാധിക്യത്തിൽ നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ ഈ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ കഞ്ഞിക്ക് കഴിയും. മറ്റൊന്ന് നമുക്ക് തലയിലുണ്ടാവുന്ന അകാല നരയായാലും അതുപോലെ തന്നെ തലയിലുള്ള താരനായാലും മുടി കൊഴിച്ചിലായാലും അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു നല്ല ഔഷധക്കൂട്ടാണിത്. മറ്റൊന്ന് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ നല്ല ഒന്നാന്തരം ഔഷധക്കൂട്ടാണ്. മറ്റൊന്ന് രക്തം, ശരീരത്തില് രക്തത്തിന് വർദ്ധിപ്പിക്കാനും രക്തോട്ടം വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ രക്തം പമ്പ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഔഷധമാണിത്. മറ്റൊന്ന് തടിയൊന്നും ഇല്ലാത്തവർക്ക് നല്ല തടിയും ആരോഗ്യ ദൃഢഗാത്രരായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഔഷധക്കൂട്ടാണ് ഈ കഞ്ഞി. മറ്റൊന്നാണെങ്കിൽ നമുക്ക് വാർദ്ധക്യ സഹജമായ നടുവേദന, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇത് ഒന്നാന്തരം ഔഷധക്കൂട്ടാണ്. മറ്റൊന്ന് നമ്മള് ജീവിതത്തിൽ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സ്തനത്തിനുണ്ടാവുന്ന മുഴകളൊക്കെ ഒഴിവാക്കാനും ഈ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ കഞ്ഞി നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് പെട്ടെന്ന് ദേഷ്യവും കോപവും ഇങ്ങനെയൊക്കെ വന്നിട്ട് പ്രസവത്തിന്റെ വേദന അനുഭവിച്ചിരിക്കുന്ന ഓരോ സമയം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു നല്ല പരിധിയിൽ അപ്പുറത്തേക്ക് ഇതിനെയൊക്കെ മാറ്റി നല്ല രീതിയിൽ കുടുംബജീവിതം ഭദ്രമാക്കാൻ ഈ ആരോഗ്യപ്രദമായ ഈ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രസവ രക്ഷയ്ക്ക് ഇത് ഒന്നാന്തരം ഔഷധക്കൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ ടിപ്സ് ദീർഘായുസോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഈ ഔഷധക്കൂട്ടുകൾ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാക്കുന്നു. Like, subscribe and press bell button. Stay tuned for more videos.